PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM കേന്ദ്ര നേതൃത്വം. സർക്കാരിന് കേസൻ PR ഏജൻസിയുമായി ബന്ധമില്ല. സുബ്രഹ്മണ്യം വ്യക്തിപരമായാണ് ഇടപെട്ടത്. ബിസിനസ് താൽപര്യം വെച്ചാകാം കേസൻ CEO എത്തിയതെന്നും CPIM കേന്ദ്ര നേതൃത്വം. കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും CPIM കേന്ദ്ര നേതൃത്വം പറയുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, സർക്കാരിനെയും CPIMനെയും ആകെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു പരാമർശം, അത് ആരാണ് കൂട്ടിച്ചേർത്തത്? ഇങ്ങനെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം കൂട്ടിച്ചേർത്ത ആരാണ് എന്നതിനെപ്പറ്റി CPIMന് അന്വേഷിക്കേണ്ട, അതറിയുകയും വേണ്ട. പക്ഷേ ആ ചോദ്യങ്ങളെ ആകെ ഒരു മുഖ്യമന്ത്രിയുടെ ഉരുണ്ട് കളിച്ചുള്ളൊരു വിശദീകരണം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ? ഒരു നിയമ നടപടിക്ക് തയ്യാറാകുന്നുമില്ല. ഇനി ഇതിൽ ചർച്ചകളെല്ലാം അതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ അവസാനിപ്പിക്കാനാണോ കേന്ദ്ര നേതൃത്വം താല്പര്യപ്പെടുന്നത്? ഗോകുൽ, അത്തരത്തിൽ തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് CPIMന്റെ കേന്ദ്ര നേതൃത്വവും. ഈ ഹിന്ദുവിലെ വിവാദമായ ഈ പരാമർശം വന്ന ഘട്ടത്തിൽ തന്നെ CPIMന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ഇക്കാര്യം വിലയിരുത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം താൻ ഒരു PR ഏജൻസിയെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന വിശദീകരണം തന്നെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിരിക്കുകയാണ് CPIM കേന്ദ്ര നേതൃത്വവും. സർക്കാരിന് PR ഏജൻസിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നും കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നു. അതേസമയം ഈ സുബ്രഹ്മണ്യൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് വ്യക്തിപരമായാണ് എന്നാണ് കേന്ദ്ര നേതാക്കൾ അറിയിക്കുന്നത്. എന്നാൽ സുബ്രഹ്മണ്യനൊപ്പം തന്നെ ഈ ഹിന്ദുലേക്കൊപ്പം മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തുന്ന ഘട്ടത്തിൽ കേസൻ CEO വിനീത് ഹണ്ട ഉണ്ടായിരുന്നതിനെ കുറിച്ച്, അത് ബിസിനസ് താല്പര്യം മുൻനിർത്തിയാകാം ഈ CEO ഇവിടെ എത്തിയത്. സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ PR ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ലഭിക്കുന്നതിന് വേണ്ടി അത് സംസാരിക്കാൻ വേണ്ടിയാകാം അവർ എത്തിയത് എന്നും, നിലവിൽ ഇതുവരെയും അത്തരത്തിൽ കേസനെയോ മറ്റേതെങ്കിലും ഒരു PR ഏജൻസിയെയോ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ PR ജോലികൾ ഏൽപ്പിച്ചിട്ടില്ല എന്നുമാണ് കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നത്. അതേസമയം വിവാദമായ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ആര്? PR ഏജൻസി ആണോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും കേന്ദ്ര നേതാക്കളും നൽകുന്നില്ല. ശരി ബൽറാം, ഏതായാലും അങ്ങനെ മുഖ്യമന്ത്രിയെ CPIMനെയും ആകെ വെട്ടിലാക്കിയ ആ പരാമർശം എഴുതി ചേർത്തത് ആര് എന്ന് അന്വേഷിക്കാൻ CPIMും മെനക്കെടുന്നില്ല. കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയുടെ ആ വിശദീകരണം കൊണ്ട് തൃപ്തരാവുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.